ഹലോ, അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. ഇത് നമ്മൾ അറപ്പുഴ പാലാണ്. നമ്മളിതാ കടലുണ്ടി റെയിൽവേ ക്രോസ് ചെയ്ത് ഇതാ ഇങ്ങോട്ട് തിരിയാണ്. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ, നമ്മൾ പോകുന്നത് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലേക്കാണ് കേട്ടോ. അവിടേക്കുള്ള വഴിയാണത്. അപ്പോൾ പോകുന്ന വഴി ഇതാ ചെറിയൊരു പീടിയേൻ്റെ മേലെ കണ്ടതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതാണ് അങ്ങോട്ടുള്ള വഴി, കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലേക്കുള്ള വഴി. അപ്പോൾ നമ്മളിതാ അവിടെ എത്തി. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ അവിടുത്തെ റിസർവ് ചെടികളുടെയൊക്കെ പേരൊക്കെ എഴുതി വെച്ച ബോർഡാണത് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ. നമ്മൾ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ പ്രത്യേക ഒരു കാലാവസ്ഥയായിരുന്നു അവിടെ. നല്ല മഴ പെയ്യാൻ പോകുന്നൊരു കാലാവസ്ഥ ഉണ്ടല്ലോ, അതായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അവിടുന്ന് ഫുള്ള്. അപ്പം നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിലേക്ക് ഒരു ബോട്ടിന് വരുന്ന ചാർജ് 1000 രൂപയാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരാളാണോ 2 ആളാണോ അതിനനുസരിച്ചിട്ട് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ കുറേ പേരുള്ളതുകൊണ്ട് നമുക്കൊരു ബോട്ട് എടുത്തു അങ്ങനെ. അങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാളെ കണ്ടോ, ഒരു കൊക്ക്. അതിന് എന്തോ അറിയില്ല, വയ്യ എന്നാണോ അല്ലെങ്കിൽ മീനിനെ പിടിക്കാൻ നിൽക്കുകയാണോ എന്ന് അറിയില്ല. അത് എങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ഭംഗി ഉണ്ടായിരുന്നു അതിനെ കാണാൻ. അതിൻ്റെ കാലൊരു കളറായിരുന്നു, വേറെ കളറും, അതിൻ്റെ വിരൽ വേറെ കളറും. പിന്നെ അത് അവിടെ 2 വീടുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ആൾ പറഞ്ഞത്. അപ്പം അവിടെ ഒരു ബോട്ടിൽ കണ്ടോ, അതൊരു തട്ടുകടയാണ്. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് അവരൊന്ന് തുറന്നില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഓയിസ്റ്റർ, കക്ക ഇറച്ചി അങ്ങനെ എല്ലാം കിട്ടുമായിരുന്നു, ചായ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ ഇടയിലേക്ക് പോവാണ് കേട്ടോ. ഇത് വേറൊരു തരം കണ്ടലാണ് കേട്ടോ. ഇതിൻ്റെ സയൻറ്റിഫിക് പേര് വരുന്നത് റൈസോഫോറ മൊക്രോനാറ്റ എന്നാണ്. ഇവിടെയുള്ളവർ പറയുന്നത് പ്രാന്തൽ കണ്ടൽ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് കണ്ടോ, അതിൽ ആ തൂങ്ങിക്കിടക്കുന്ന ഒരു വടി പോലെ തൂങ്ങിക്കിടക്കുന്നതാണ് അതിൻ്റെ വിത്ത്. ഇത് ചെടിയായിട്ടാണ് വെള്ളത്തിലേക്ക് വീഴുന്നത്. ഇതിൻ്റെ പുറത്ത് ഫുൾ ഇലയും ഉള്ളിലേക്ക് ഫുള്ള് ഇതിൻ്റെ വേരുമാണുള്ളത്. അപ്പോൾ നമുക്ക് കാറ്റൊന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ല എന്നവർ പറയുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് നിന്നുണ്ടെങ്കിലും ഒന്നും ആവില്ല. അപ്പോൾ നമ്മളതിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടാണ് പുറത്തേക്ക് പോയത്. അത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ അകത്തൊക്കെ നമുക്കൊരു ചെറിയൊരു കുട്ടീൻ്റെ മുട്ട് വരെ ആഴമുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് വന്ന് അവിടേക്ക് ഒരു സൈഡിലേക്ക് മാറി നിന്നായിരുന്നു. ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടോ. നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടാണിത്. അപ്പോൾ അത് ചെറിയ മഴയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഈ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാന്തൽ കണ്ടൽ. ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മഴയൊക്കെ നിന്ന് നമ്മൾ പിന്നെയും പോവുകയാണ്. മഴക്കാറൊക്കെ മാറ്റി സൂര്യൻ എന്താ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ സൂര്യൻ്റെ വെളിച്ചം നമ്മൾ പുഴയിലേക്ക് അടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് സൂര്യൻ. അങ്ങനെ സൂര്യൻ നോക്കി നിൽക്കുമ്പോഴതാ അത് ചാടി കളിക്കുന്ന കണ്ടോ, ചെറിയ മീനുകൾ അതിൽ ചാടി കളിക്കുന്നുണ്ട്. മാലാൻ എന്ന് പറഞ്ഞ മീനാണെന്നാണ് പറഞ്ഞത് അവർ. അതിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചാടി കളിക്കുക. അങ്ങനെ പോയി നമ്മളിതാ തിരിച്ച് ഇവിടെ എത്താനായി. നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് അയ്യോ ഇത്ര പെട്ടെന്ന് ഇത് കഴിഞ്ഞോ എന്ന് തോന്നുന്നത്. 1 മണിക്കൂർ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് അവിടെ തന്നെ എത്തി, നമ്മളെ ഇറങ്ങി കേട്ടോ. നല്ലൊരു യാത്ര അവിടെ കഴിഞ്ഞു. അപ്പം ഒന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിട്ടോ എല്ലാവരും. വളരെ നല്ലൊരു യാത്രയായിരിക്കും. അപ്പോൾ ഇനിയും ഇതേപോലെ വീഡിയോ ഇടാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.